ഞാനപ്പോൾ ഇന്ന് ടിഷ്യൂവിൽ ഒരു പെയിൻറ്റിങ് വന്നിട്ട് കാണിക്കുന്നത് എൻ്റെ പാലക്കാട് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്ത്. അപ്പോൾ ഞാനിവിടെ ഡിസൈൻ ട്രേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിൻ്റ് മറ്റേ കമ്പ്യൂട്ടർ സെൻറ്ററൊക്കെ അവിടുന്ന് നമ്മൾ ഡിസൈൻ അവർക്ക് ഫോട്ടോ കൊടുത്തിട്ട് അവർ പ്രിൻ്റ് എടുത്ത് തന്നതാണ്. അതിപ്പോൾ 2 പേപ്പറിൽ A4 സൈസ് പേപ്പറിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടില്ലേ, ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് ഡിസൈൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ബട്ടർ പേപ്പറിൽ ട്രേസ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ അത് ട്രേസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് ചെയ്യുന്ന ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ. നമുക്ക് പെയിൻറ്റ് വേണ്ടത് റെഡും അതുപോലെ തന്നെ വൈറ്റും പിന്നെ ഗ്രീനും ആണ് കേട്ടോ. റെഡ് മിക്സ് ആക്കിയിട്ടാണ് പിങ്ക് കളർ ചെയ്തെടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു പോയിൻ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് ബ്രഷ് നമുക്ക് ആവശ്യമാണ്. പിന്നെ കുറച്ച് നമുക്കിതുപോലെ കുറച്ച് ഇതുള്ള ഒരു ബ്രഷും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് കളറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വൈറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിന് കണക്കും കാര്യങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാനിങ്ങനെ എടുക്കലാണ് കേട്ടോ. നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വൈറ്റും കൂടി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം വൈറ്റ് വേറെയും കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വൈറ്റ് കുറച്ച് ആവശ്യമുണ്ട്. ഏകദേശം കഴിയാറായി പെയിൻറ്റെല്ലാം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഒരു പിങ്ക് വേണ്ട, കാരണം നമ്മൾ അടിവശത്ത് വൈറ്റ് കൊടുക്കുന്നുണ്ട് തന്നെ നമുക്കതൊരു പിങ്കിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അധികം പിങ്കിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് കളർ കിട്ടിയാൽ മതി കേട്ടോ. ഇത്രയും മതി കേട്ടോ. നമുക്കിതുപോലെ മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയിടാം. നമുക്കൊരു ചെറിയൊരു പീസ് ഇതുപോലത്തെ തുണീൻ്റെ കഷ്ണം കൂടി വേണം കേട്ടോ. കാരണം ഈ ബ്രഷ് നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അത് നമുക്കൊന്ന് ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളത്തിൽ കഴുകി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വൈറ്റ് കളർ എടുക്കാം കേട്ടോ. വൈറ്റ് കളർ എടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിൽ വരുന്ന ഈ ഒരു അതളില്ലേ, ഈ ഒരു അതൾ മാത്രം നമുക്ക് ഫുള്ളൊന്ന് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. ഇതേ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ വൈറ്റ് കൊടുക്കാം. അതിന് ശേഷം ജസ്റ്റ് ബ്രഷ് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു പിങ്കില്ലേ, ആ ഒരു പിങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമുക്കിതാ ഇതുപോലെ മുകൾ വശത്തിന് താഴത്തേക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ പിങ്ക് കളർ ഇങ്ങനെ മുക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളത് തന്നെ നമുക്കിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക വേണ്ടത് കേട്ടോ. ഇതുപോലെ നമുക്കിപ്പോൾ കുറച്ച് നമ്മൾ ആക്കിയ കളർ കുറച്ച് ഡാർക്ക് ആയതിന് ഇപ്പോൾ കുറച്ച് ലൈറ്റ് കളർ വന്നത് വൈറ്റിൻ്റെ മുകളിൽ വന്നുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് അധികം ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഈ അടിയിൽ വൈറ്റ് വരുന്നതുകൊണ്ട് അധികം ലൈറ്റ് കളർ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചാൽ തന്നെ ഏകദേശം ആ ഒരു കളർ തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാം. അതിനുശേഷം ആദ്യം ജസ്റ്റ് ഒന്ന് ആ ഒരു പിങ്ക് കളർ തന്നെ ടച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് മുകളിൽ ഡാർക്ക് കളറാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. താഴത്തേക്ക് ഇങ്ങനെ വൈറ്റും കളറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് ഇതുപോലെ താഴത്തേക്ക് ആദ്യം ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ സൈഡൊക്കെ. നമുക്ക് ആദ്യം അതിൻ്റെ മുകളിൽ ഒരിക്കൽ കൂടി കൊടുക്കാം കേട്ടോ. ഒരു 3 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാലേ കുറച്ചും കൂടി ഒരു മുകൾ വശത്ത് കുറച്ച് നല്ലൊരു ഡാർക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഡാർക്ക് ആക്കിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ലൈറ്റ് ആക്കാം കേട്ടോ.
കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്നുകൂടെ കഴുകാം കേട്ടോ. ഈ ഒരു പിങ്ക് കളറ് കഴുകി കളഞ്ഞതിന് ശേഷം ഇതാ ഫുള്ള് കഴുകി കളഞ്ഞതിന് ശേഷം ആ ഒരു ബ്രഷിൽ തന്നെ നമുക്ക് വൈറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റ് ഇങ്ങനെ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലോട്ടേക്കൊന്നിങ്ങനെ കുറച്ച് വൈറ്റ് മതി കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചെടുക്കുക. കുറച്ചും കൂടി വൈറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ചൊരു വൈറ്റ് കളർ ഇങ്ങനെ നല്ലോട്ട് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ചധികം വൈറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരാളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഈ ഒരു താഴ്ത്തി ഈ ഒരു അറ്റത്തുനിന്നാണ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കേണ്ടത്. കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ വൈറ്റും കൂടി ഒന്ന് കഴുകാം. ബ്രഷ് നമ്മൾ അപ്പം കഴുകണം കേട്ടോ. എന്താ വെച്ചാൽ ഓരോന്ന് ചെയ്യുമ്പോൾ അടുത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കഴുകി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് വേഗം ഇങ്ങനെ ഉറപ്പായി പോകും. അതിന് ശേഷം നമ്മുടെ ഈ പോയിൻ്റ് ബ്രഷില്ലേ, പോയിൻ്റ് ബ്രഷ് എടുക്കുക. ആദ്യം പോയിൻ്റ് ബ്രഷ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു പിങ്ക് കളറില്ലേ, ഡാർക്ക് വരുന്ന പിങ്ക് കളർ, അത് നമുക്ക് ഇതുപോലെ മുക്കിയെടുത്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ ഈ ഒരു വര നമ്മുടെ നേരത്തെ ഒരു ട്രേസ് എടുത്തൊരു വര ഉണ്ടാവുമല്ലോ, അതിലേ കൂടി ഇങ്ങനെ കൊടുത്താൽ എനിക്ക് കൈ വറക്കുന്നു കേട്ടോ. കുറേ അയ്യാൻ ഇത് ചെയ്യാതെ കുറച്ച് 2-3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അത് സെറ്റായിക്കോളും. ഇതുപോലെ താഴത്തോളം കൊടുക്കുക. അതുപോലെ ഇതാ ഈ ഒരു വശത്തും കൊടുക്കുക. അപ്പം നമ്മൾ അടുത്ത ലീഫ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ലീഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്ത് ഈ ഔട്ട്ലൈൻ ചിലപ്പോൾ ഇങ്ങനെ മാഞ്ഞു പോകും നമ്മൾ ചെയ്യുന്ന സമയത്ത്. അതിന് ശേഷം ആദ്യം ഒന്നും കൂടി കൊടുത്താൽ മതി കേട്ടോ. മാഞ്ഞു പോകുന്നല്ല, അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഔട്ട്ലൈൻ കാണാണ്ട് പോകും. അപ്പോൾ അതിൻ്റെ മുകളിൽ ആദ്യം ഒന്നിങ്ങനെ കട്ടിക്ക് ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കുക. കണ്ടില്ലേ, ഔട്ട്ലൈൻ നല്ലോണം നേരിയ രീതിക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ എനിക്കിപ്പോൾ എന്താ അറിയില്ല, കൈ വിറക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താക്കുക, നമ്മുടെ അടുത്ത ലീഫ് എടുക്കുക. ആ ഒരു ലീഫിന് വൈറ്റ് കൊടുക്കുക കേട്ടോ. വൈറ്റ് ഇതുപോലെ വൈറ്റ് പറഞ്ഞില്ല, ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഔട്ട്ലൈൻ ചിലപ്പോൾ ഇതായി പോകും. പിന്നീട് നമ്മൾ അത് ആദ്യം ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് ഇതിലേ കൂടി വരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ആദ്യം തന്നെ ഫുള്ള് വൈറ്റ് അടിച്ച് വിടാത്ത എന്താ വെച്ചാൽ ഇത് വേഗം ഉണങ്ങിപ്പോട്ടെ ഈ ഒരു പെയിൻറ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ആദ്യം ഇങ്ങനെ വൈറ്റ് അടിച്ചിട്ട് പിങ്ക് കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. ഓരോരോ ലീഫായിട്ടാണ് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ആ പിങ്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ലീഫ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ള് ലീഫും ചെയ്തെടുക്കാം കേട്ടോ. സോറി, ലീഫല്ല കേട്ടോ, എന്തൊക്കെയാണ് പറയുന്നത്, നമ്മുടെ പൂവില്ലേ, താമരപ്പൂവ്, ആ ഒരു പൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സായിട്ട് ചെയ്യണം. ഫസ്റ്റ് മുതലേ ക്ലാസ്സായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതായത് ഇതിൻ്റെ ഫസ്റ്റ് മുതലേ ക്ലാസ്സായിട്ട് ചെയ്തത്. ഇത് കുറേ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വരുന്നത്. അതുപോലെ ലീഫ് പല മോഡലിൽ ചെയ്യുന്നുണ്ട്, ഡബിൾ ഷെയ്ഡ് ലീഫും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഞാൻ ഈ തണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാം. എന്താ വെച്ചാൽ പെയിൻറ്റ് ഉണങ്ങി പോവും മറ്റേത് കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ പെയിൻറ്റ് വേഗം ഉണക്കും. മാക്സിമം എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്ത് തീർക്കട്ടെ. അപ്പം ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത് കുറച്ച് കട്ടിയുള്ളതല്ലേ, ഇപ്പം അതിനേക്കാളും കുറച്ച് നേരിയ ടൈപ്പാണ് ചെയ്യുന്നത്.
നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നൂടാ, അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ബ്രഷില്ലേ ഒന്ന് കഴുകണം കേട്ടോ. അതായത് ഒരേ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ചെയ്യാൻ പാടില്ല. കുറച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് വെള്ളത്തിനൊക്കെ ഒന്ന് കഴുകിയിട്ട് ബ്രഷ് തുടച്ചിട്ട് വേണം നമ്മൾ ആദ്യം പെയിൻ്റ് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ വൈറ്റൊന്നും കൊടുക്കുന്നില്ല, വെറും ഗ്രീൻ മാത്രം വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തണ്ടും അതുപോലെ തന്നെ ഇലകളൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇല വേണമെങ്കിൽ ഡബിൾ ഷെയ്ഡ് ചെയ്യാൻ പറ്റും, യെല്ലോ ഒക്കെ വെച്ചിട്ട് യെല്ലോയും ഗ്രീനും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ പിക്കിൽ, അതായത് ഈ ഒരു റെഫറൻസ് പിക്കിൽ ഇത് ഫുള്ളായിട്ട് ഗ്രീൻ തന്നെയാണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ക്ലാസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഫസ്റ്റ് മുതൽ പറയാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതും എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.